111 റൺസിന് ഓൾ ഔട്ടായി നമ്മുടെ സ്വന്തം ഇന്ത്യൻ ടീം. സൂപ്പർ 8 വരെ ഇതുവരെ ഒരു കളി പോലും തോൽക്കാതെ ജയിച്ച് കയറി വന്നിട്ട് സൂപ്പർ 8 ആദ്യ പ്രഹരം ഇന്ത്യക്ക് ഏറ്റു. അതും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചു ഇന്ത്യനെ. 111 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. 187 റൺസാണ് ചേസ് ചെയ്തത്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് കളി കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അവർ ഇത്തവണ നമ്മൾ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് കണ്ടാൽ തന്നെ അറിയാം, ഇടംകയ്യന്മാരാണ് കൂടുതലും ഉള്ളത്. അതില് ഇഷാൻ കിഷനെ നമുക്ക് ഒന്ന് മാറ്റി നിർത്താം. ഇന്ന് അദ്ദേഹം ഫോമിൽ അല്ലായിരുന്നു, വിക്കറ്റ് നേരത്തെ പോയി. നമുക്ക് എല്ലാ കളികളും ഫോം ആകാൻ ഒരിക്കലും പറ്റില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. അതായത് ഓപ്പണിംഗ് സ്ഥാനം നിലനിർത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ സഞ്ജുവിനെ നഷ്ടമായി ആ സ്ഥാനത്ത് നിന്ന്. അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ പിന്നീട് ടീമിൽ നമ്മൾ കാണുന്നുണ്ട്. ഇടംകയ്യന്മാരാണ് കൂടുതലുള്ളത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. തിലക് വർമ്മയാണേലും കാര്യമായിട്ട് സംഭാവനകൾ നൽകുന്നില്ല. അഭിഷേക് ശർമ്മയാണെങ്കിലും 3 കളി ഡക്ക് പ്ലസ് ഇന്നത്തെ കളി ഫോം ഒന്നും അല്ല. എങ്കിൽ പോലും ഇവരെയൊക്കെ താങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള തോൽവികളാണ്. ഇത് എല്ലാ കളികളും വലിയ കുഴപ്പമില്ലാതെ ജയിച്ച് വന്നപ്പോൾ ആയിരുന്നത് കൊണ്ട് ആരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു തോൽവി സംഭവിച്ച സാഹചര്യത്തിൽ ഇത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിലാണെങ്കിലും തിലക് വർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ വരുമോ എന്നുള്ളൊരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ഉയർത്തിയപ്പോൾ സൂര്യകുമാർ യാദവ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഞാൻ സഞ്ജുവിനായിട്ട് ആരെ മാറ്റണം? തിലക് വർമ്മയെ മാറ്റണോ? അഭിഷേകിനെ മാറ്റണോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായി. നമുക്ക് ക്രിക്കറ്റ് കളി അറിയാവുന്നവർക്കും കാണുന്നവർക്കും ഏകദേശം അറിയാം ആരെയാണ് മാറ്റേണ്ടത്, ആരെയാണ് ടീമിൽ വരേണ്ടതെന്ന്. ഞാൻ പ്രത്യേകിച്ച് സഞ്ജുവിന്റെ പേരെടുത്ത് പറയുന്നില്ല. കാരണം ഞാൻ സഞ്ജുവിന്റെ പേര് പല സ്ഥലങ്ങളിലും പരാമർശിച്ചു കഴിഞ്ഞപ്പോൾ പോലും എനിക്ക് സഞ്ജുവിനോടുള്ള സ്നേഹം കൂടുതലായതുകൊണ്ടാണ് സഞ്ജുവിനെ ഇതുപോലെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് വിമർശനങ്ങൾ ഞാൻ ഏറ്റു. ഞാൻ അത്ര വലിയ സംഭവമൊന്നും ആയിട്ടല്ല പറയുന്നത്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന എന്റെ കൂട്ടുകാരുണ്ട്, കളി കാണുന്ന കുറെ പേരുണ്ട്. നീ എന്തിനാ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ടാലന്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്തുന്നത് കഴിഞ്ഞ ഇന്ത്യ ന്യൂസിലൻഡ് സീരീസിൽ 5 കളികളിൽ അദ്ദേഹം ഫോം ഔട്ട് ആയിരുന്നു. കാര്യമായ സംഭാവന നൽകിയില്ല. അതെല്ലാം കഴിഞ്ഞ് വേൾഡ് കപ്പ് തുടങ്ങി. 1ാം വിക്കറ്റ് കീപ്പർ ആയിട്ടായിരുന്നു സഞ്ജുവിനെ പരിഗണിച്ചിരുന്നത്. പക്ഷേ ആ സഞ്ജു പരാജയപ്പെട്ട സമയത്ത് ഇഷാൻ കിഷൻ അദ്ദേഹം കളിച്ചു തെളിയിച്ചു. അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നു. അങ്ങനെ ഇഷാൻ കിഷൻ ഓപ്പണിംഗ് സ്ഥാനത്തെത്തി, 1ാം സ്ഥാനത്തെത്തി. സഞ്ജുവിന് ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ സഞ്ജു ഒരു കളി കളിച്ചിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. ആ ഒരു മാച്ച് നന്നായിട്ട് പെർഫോം ചെയ്തു. 8 കളിയിൽ 22 റൺസ് ഒക്കെ അടിച്ചിരുന്നു. പിന്നീട് നമ്മൾ അടുത്ത കളികളിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായി. അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല, കയറാൻ പറ്റിയില്ല. എന്താണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അഭിഷേക് ശർമ്മയെ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ആത്യന്തിക ലക്ഷ്യം. അങ്ങനെ അഭിഷേക് ശർമ്മ വന്ന കളികളിൽ എല്ലാം ഈ പറയുന്ന പോലെ ഡക്കായി. അതിനുശേഷം ഇന്നത്തെ കളിയാണെങ്കിൽ പോലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിച്ചപ്പോഴും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതിൽ എല്ലാത്തിലും അഭിഷേക് ശർമ്മയെ പറയുന്ന കൂടത്തിൽ തന്നെ മുങ്ങി രക്ഷപ്പെട്ടു പോകുന്ന രണ്ട് ആൾക്കാരുണ്ട്. 2 ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് തിലക് വർമ്മ, രണ്ടാമത് റിങ്കു സിംഗ്. റിങ്കു സിംഗ് കഴിഞ്ഞ കളിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും പരാജയമായിരുന്നു. പിന്നെ തിലക് വർമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് പറയാതെ തന്നെ കളി കണ്ടവർക്കറിയാം, അദ്ദേഹം കാര്യമായ രീതിയിൽ സംഭാവന ചെയ്യുന്നില്ല. ഒരു 2020 കളിക്കുമ്പോൾ ഇന്ത്യൻ ടീമിന് ലഭിക്കേണ്ട ആ ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തിലകിനെ മാറ്റിയിട്ട് സഞ്ജുവിനെ കയറ്റുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇന്ത്യൻ ടീം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നല്ലൊരു മാറ്റം, അല്ലെങ്കിൽ നല്ല ടാക്ടിക്സ്, നല്ല ടെക്നിക്സ്, ടീം ജയിക്കാൻ വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് ഒരു പ്ലാൻ ടീം മാനേജ്മെന്റ് നടത്തിയില്ലെങ്കിൽ ഇന്ത്യൻ ടീം എവിടം വരെ ചെല്ലുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അവസ്ഥ. എന്തായാലും ഇന്നത്തെ കളി കണ്ടു വിഷമിച്ചിട്ട് തന്നെയാണ്, സങ്കടം വന്നിട്ട് തന്നെയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത്. വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാകട്ടെ. അത് തന്നെ. താങ്ക് യു.